പെരിയ ഇരട്ടക്കൊലക്കേസിൽ തടവിന് ശിക്ഷിച്ച മുഴുവൻ പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. ഒന്നാം പ്രതിയായ പീതാംബരൻ ഉൾപ്പെടെയുള്ളവരെയാണ് ആദ്യം എത്തിച്ചത്. പിന്നാലെ മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമൻ അടക്കമുള്ളവരെയും എത്തിച്ചു. മുദ്രാവാക്യം വിളികളോടെ നേതാക്കളെ CPM പ്രവർത്തകർ അഭിവാദ്യം ചെയ്തു. പി ജയരാജൻ പ്രതികളെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. അതായത് സഖാവ് കെ.വി. കുഞ്ഞിരാമൻ CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ മണികണ്ഠൻ CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ഇപ്പം ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അവരുൾപ്പെടെയുള്ള 5 സഖാക്കളെ കണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചത്. അവർക്ക് എൻ്റെ ഒരു പുസ്തകവും കൊടുത്തു. അപ്പോൾ ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നല്ല വായനക്കാരാണ് അവർ. അപ്പോൾ വായിച്ചവർ പ്രബുദ്ധരാകും ജയിലിനകത്ത്. കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി ആരും പേടിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ തടവറകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാഭാവികമായും പറഞ്ഞു വെച്ചതാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചുമത്തിയത് പെഷവാർ ഗൂഢാലോചന കേസാണ്. പിന്നെ മീറത്ത്, കോൺപൂർ അങ്ങനെയുള്ള പല ഗൂഢാലോചന കേസുകളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും എതിരായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് CPMും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആഗ്രഹത്തിനുപരിയായി ഒട്ടേറെ അക്രമ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ അക്രമ സംഭവങ്ങളും അവസാനിപ്പിക്കണം, ഇതാണ് CPMന്റെ കാഴ്ചപ്പാട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം പിടിപെട്ടിരിക്കുകയാണ്. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, പെരിയ ഇരട്ടക്കൊലക്കേസ് എല്ലാ പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. പി ജയരാജൻ പ്രതികളെ കാണാൻ സെൻട്രൽ ജയിലിൽ എത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? കൃഷ്ണേന്ദു, പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും ഇന്ന് വൈകിട്ടോടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന ഒന്നാം പ്രതി A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ കല്യോട്, R. ശ്രീരാഗ്, A. അശ്വൻ, സുബീഷ് വെളുത്തോളി എന്നീ 9 പ്രതികളെയാണ് ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത്. ഈ പ്രതികൾക്കെല്ലാം ഇരട്ട ജീവപര്യന്തം തടവാണ് CBI പ്രത്യേക കോടതി വിധിച്ചത്. 10-ാം പ്രതി T. രഞ്ജിത്ത്, 15-ാം പ്രതി A. സുരേഷ് എന്നിവർക്കും ഇരട്ട ജീവപര്യന്തം ശിക്ഷയുണ്ട്. ഇവർക്കൊപ്പം CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ K.V. കുഞ്ഞിരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം K. മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഈ പ്രതികളുടെ കൂടി അഭ്യർത്ഥന പ്രകാരം കോടതി നിർദ്ദേശപ്രകാരമാണ് മുഴുവൻ പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളതെന്നാണ് വിശദീകരണം. A. പീതാംബരൻ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ കൊണ്ടുവന്നപ്പോൾ മുദ്രാവാക്യം വിളികളോ അഭിവാദ്യം അർപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. എന്നാൽ K.V. കുഞ്ഞിരാമനെ കൊണ്ടുവന്നപ്പോൾ CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് അഭിവാദ്യം ചെയ്തത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ജയരാജൻ ജയിലിൽ എത്തി നേതാക്കളെ കാണുകയും ചെയ്തിരുന്നു. ഈ പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് P. ജയരാജൻ ജയിലിൽ എത്തി. എന്നാൽ കാറിൽ നിന്നും അദ്ദേഹം ഇറങ്ങാതെ
മടങ്ങുകയാണ് ചെയ്തത്. ശിക്ഷിക്കപ്പെട്ട CPM നേതാക്കളെ കാണാനാണ് എത്തിയതെന്നും വൈകുമെന്നതിനാൽ കണ്ണപുരത്ത് കൊല ചെയ്യപ്പെട്ട DYFI പ്രവർത്തകൻ ശ്രീജിത്തിന്റെ വീട് സന്ദർശിക്കാനാണ് പോകുന്നതെന്നുമായിരുന്നു ആ സന്ദർശനത്തെക്കുറിച്ച് P. ജയരാജൻ കണ്ണൂർ വിഷനോട് പറഞ്ഞത്. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികൾ എത്തിയതോടെ അവരെ കാണാനായി വീണ്ടും P. ജയരാജൻ വരികയാണ് ചെയ്തത്. KV കുഞ്ഞിരാമൻ താൻ MLA ആയിരുന്ന കാലത്ത് MLA ആയിരുന്ന ആളാണ്, സഹപ്രവർത്തകരാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഈ തടവറ കാട്ടി ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും തടവറ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞു വെച്ചതാണെന്നും P. ജയരാജൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. ജയിൽ ജീവിതം വായനയ്ക്ക് കൂടിയുള്ളതാണ്. ആ നിലക്ക് തൻ്റെ പുസ്തകം നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നും P. ജയരാജൻ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPM നേതാക്കളും ശിക്ഷിക്കപ്പെട്ടത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു. പാർട്ടിക്കെതിരെ വലിയ തോതിലുള്ള പ്രചരണം നടത്താൻ ഇത് രാഷ്ട്രീയ എതിരാളികൾ, മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CBI പാർട്ടി നേതാക്കളെ കുടുക്കുകയാണ് ചെയ്തതെന്നും കേസിൽ മേൽക്കോടതിയെ സമീപിച്ച് നിരപരാധിത്വം തെളിയിക്കുമെന്ന് ഈ നേതാക്കൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് P. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാധ്യമങ്ങൾക്കെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് P. ജയരാജൻ ജയിൽ സന്ദർശനത്തിന് ശേഷം നടത്തിയത്. CPM വിരുദ്ധ ജ്വരം ബാധിച്ച മാധ്യമങ്ങൾ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും P. ജയരാജൻ ആരോപിക്കുകയുണ്ടായി. എന്തായാലും P. ജയരാജന്റെ ഈ ജയിൽ സന്ദർശനം അത് രാഷ്ട്രീയ ആയുധമാക്കി, അതായത് ഈ പ്രതികൾക്ക് ഇപ്പോഴും CPM സംരക്ഷണം എന്ന രാഷ്ട്രീയ ആരോപണം ശക്തമായി തന്നെ ഉയർത്താനുള്ള ഒരു വടി UDFന്, കോൺഗ്രസിനൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി ഈ പെരിയ ഇരട്ടക്കൊലക്കേസ് വീണ്ടും സജീവമായി തന്നെ നിലനിൽക്കുകയാണ് കൃഷ്ണേന്ദു.